ഹരി ഓം. വനത്തിൽ പോയ കണ്ണനെ കാണാനും മുരളീരവം കേൾക്കാനും ഗോപികമാർ കാത്തു നിൽക്കുകയാണ്. നമുക്കും ആ രൂപം ഒന്ന് കണ്ടു നോക്കാം. ഒരു മയിൽ പീലി ഞാൻ കാണുമ്പോഴും മുരളീരവം കാതിൽ വീഴുമ്പോഴും ഓടിയെത്തിയിടുമെന്നുള്ളിലെന്നും കോടക്കാർ വർണ്ണ നിൻ ദിവ്യരൂപം, കോടക്കാർ വർണ്ണ നിൻ ദിവ്യരൂപം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 53 ധേനുകാസുരവധം. വൃത്തം ഉപജാതി. ശ്ലോകം 1. അദീത്യബാല്യം ജഗദാംബദീത്വം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യവത്സാവനമുത്സവേന പ്രാവർത്തധാഗോ ഗണപാലനായാം. ഒരിക്കൽ കൂടി. അദീത്യബാല്യം ജഗദാംബദേത്വം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യവത്സാവനമുത്സവേന പ്രാവർത്തധാഗോ ഗണപാലനായാം. അധീത്യ ബാല്യം, ബാല്യകാലം കഴിഞ്ഞ്. ജഗതാം പദേ ത്വം, ജഗത്പതിയായ അങ്ങ്. ഉപേത്യ പൗഗണ്ഡവയോ, പൗഗണ്ഡപ്രായം പ്രാപിച്ച്. മനോജ്ഞം, ചാരുതയാർന്ന. ഉപേക്ഷ്യ വത്സാവനം, വത്സത്തെ അവനം ചെയ്യുക എന്നത് ഉപേക്ഷിച്ച്, പശുക്കുട്ടികളെ പരിപാലനം ചെയ്യുന്നത് വിട്ട്. ഉത്സവേന, ഉത്സാഹത്തോടുകൂടി. പ്രാവർത്തത, പ്രവർത്തിച്ചു, വർത്തിക്കുന്നവനായി. ഗോ ഗണപാലനായാം, ഗോക്കളെ തന്നെ പാലിക്കുന്നതിൽ. ശ്ലോകാർത്ഥം. ഹേ ജഗൽപതിയായ ഭഗവാനെ, ശ്രീകൃഷ്ണ, അങ്ങ് ബാല്യം കഴിഞ്ഞ് പൗഗണ്ഡമെന്ന ചാരുതയാർന്ന പ്രായത്തിലേക്ക് കടന്നപ്പോൾ പശുക്കുട്ടികളെ പരിപാലനം ചെയ്യുക എന്ന വൃത്തി വിട്ട് ആഹ്ലാദത്തോടെ പശു കൂട്ടത്തെ തന്നെ പരിപാലിക്കുന്നതിൽ വ്യാപൃതനായി. ഉണ്ണിക്കണ്ണന്റെ 5ാമത്തെ വയസ്സിലാണത്രേ അഘാസുരനെ വധിച്ചതും സായുജ്യമോക്ഷം നൽകിയതും. 5 വയസ്സ് തികയുന്നതുവരെ കൗമാരം, 6 മുതൽ 10 വയസ്സുവരെ പൗഗണ്ഡം, പിന്നെ 11 മുതൽ 15 വരെ കൗശോരം, അതിനുശേഷം യൗവനം എന്നിങ്ങനെയാണ് കാലവിശേഷങ്ങൾ. ഇപ്പോൾ ഭഗവാൻ ഉണ്ണിക്കണ്ണന് 6 വയസ്സ് പ്രായമാകുന്നു എത്രേ, പൗഗണ്ഡപ്രായം. ശ്രീകൃഷ്ണൻ വത്സങ്ങളെ വിട്ട് പശുക്കളെ മേയ്ക്കാൻ തുടങ്ങിയത് ഒരു കാർത്തിക മാസത്തിൽ ശുക്ലാഷ്ടമി ദിനത്തിലാണത്രേ. അതിനാൽ ആ ദിവസത്തിന് ഗോപാഷ്ടമി എന്ന് സ്വപ്ന കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ധേനുകവധ കഥ നമുക്ക് ശ്രവിക്കാം. ശ്ലോകം 2. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തികേ ഗോത്രാപരിത്രാണകൃതേവ തീർണക തദേവ ദേവാരഭധാസ്തദായത്. ഒരിക്കൽ കൂടി. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തികേ ഗോത്രാപരിത്രാണകൃതേവ തീർണക തദേവ ദേവാരഭധാസ്തദായത്. ഉപക്രമസ്യ, ഉപക്രമം ചെയ്യാൻ, ആരംഭിക്കുന്നതിനായി. അനുഗുണ ഏവ, അനുഗുണം തന്നെയായി. സേയം, സ പ്ലസ് ഇയം, സേയം, ഇത്, ഈ. മരുത്പുരാധീശ, ഹേ ഗുരുവായൂരപ്പ, തവ പ്രവൃത്തി, അങ്ങയുടെ ഈ പ്രവൃത്തി. ഗോത്ര, ഭൂമി എന്നും
ഗോസമൂഹം എന്നും അർത്ഥം. പരിത്രാണ, പരിത്രാണനം അഥവാ പരിരക്ഷ. കൃതേ അവതീർണ, ചെയ്യാനായി അവതരിച്ച. തത് ഏവ, അതുതന്നെ. ദേവാ ആരഭതായത്, ഹേ ദേവാ, അപ്പോൾ ആ പൗഗണ്ഡപ്രായത്തിൽ തന്നെയാണല്ലോ പശുക്കളെ പരിത്രാണനം ചെയ്യാനും തുടങ്ങിയത്. ശ്ലോകാർത്ഥം. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഈ പ്രവൃത്തി, അതായത് ഗോഗണ പരിപാലനം, തുടക്കത്തിന് നന്നായി ചേരുന്നത് തന്നെയാണ്. എന്തെന്നാൽ, ഹേ ദേവ, ഗോത്ര പരിത്രാണനത്തിന്, അതായത് ഭൂമി സംരക്ഷണത്തിന് അവതരിച്ച അങ്ങ് അപ്പോൾ ആ പൗഗണ്ഡപ്രായത്തിൽ അതുതന്നെയല്ലേ ആദ്യമായി തുടങ്ങിയത്. ഭൂപരിത്രാണത്തിനായി അവതരിച്ച ഭഗവാൻ തന്റെ പൗഗണ്ഡപ്രായത്തിൽ ഗോത്രപരിത്രാണനം ചെയ്തത് വളരെ ഉചിതമായി എത്രേ. ശ്ലോകം 3. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീധാമനാംന സ്വസഖസ്യ വാചാ മോദാദഗാധേനുഗകാനനം ത്വം. ഒരിക്കൽ കൂടി. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീധാമനാംന സ്വസഖസ്യ വാചാ മോദാദഗാധേനുഗകാനനം ത്വം. കഥാഭി, ഒരിക്കൽ. രാമേണ സമം, ബലരാമ സമേതനായി. വനാന്തേ, വനശ്രിയം വീക്ഷ്യ, വനാന്തരത്തിൽ കാനനഭംഗി ദർശിച്ച് ആസ്വദിച്ച്. ചരൺ സുഖേന, സുഖമായി സഞ്ചരിക്കുമ്പോൾ. ശ്രീധാമനാംന, ശ്രീധാമാവ് എന്നു പേരുള്ള. സ്വസഖസ്യവാച, സ്വന്തം സുഹൃത്ത് വാക്ക് കേട്ടിട്ട്. മോദാത്, മോദത്തോടെ, സസന്തോഷം. അഘ, പോയി. ധേനുക കാനനം ത്വം, അങ്ങ് ധേനുക കാനനത്തിലേക്ക്. ശ്ലോകാർത്ഥം. ഒരിക്കൽ ശ്രീ ബലരാമനോടൊപ്പം കാനന ഭംഗി കണ്ട് ആസ്വദിച്ച് രസിച്ച് സഞ്ചരിച്ചിരുന്ന ശ്രീകൃഷ്ണൻ ശ്രീധാമാവ് എന്നു പേരുള്ള സ്വസുഹൃത്തിന്റെ ആഗ്രഹപ്രകാരം സന്തോഷപൂർവം ധേനുക കാനനത്തിലേക്ക് പോയി. ലക്ഷ്മീകാന്തനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠൻ ശ്രീ ബലരാമനോടും മറ്റു ഗോപന്മാരോടുമൊത്ത് ഓടക്കുഴൽ ഉച്ചത്തിൽ വായിച്ചുകൊണ്ട് പശുക്കളെയും ആട്ടി വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു. ആദിപുരുഷനായ ശ്രീകൃഷ്ണൻ വനത്തിലൂടെ സന്തോഷത്തോടെ സഞ്ചരിക്കുമ്പോൾ വൃക്ഷങ്ങളും ലതകളും പൂത്തുലഞ്ഞ് ഫലസാന്ദ്രമായി അവയുടെ ശിഖിരങ്ങളിൽ അധികരിച്ച ഭാരത്താൽ കൃഷ്ണപാദങ്ങളിൽ നമിക്കുന്നുവോ എന്ന് തോന്നിപ്പോകും വിധം തല കുനിച്ചു നിന്നു. താമരപ്പൂക്കളുടെ സൗരഭ്യത്തോടുകൂടി മന്ദമാരുതൻ വീശി. വണ്ടുകൾ പരമാത്മസ്വരൂപനായ കൃഷ്ണനെ ഭജിച്ച് ആലാപനഗീതവുമായി മുരണ്ട് പാതി നടന്നു. കൃഷ്ണൻ രാമനോടും ഗോപന്മാരോടുമൊത്ത് കളഹംസ പക്ഷികളെ അനുകരിച്ച് ആർത്തു വിളിച്ചു. മയിലുകളെ പോലെ നൃത്തമാടി. ഗോപന്മാർ ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചു. വനമാല ചാർത്തി വേണുഗാനമുതിർക്കുന്ന ശ്രീകൃഷ്ണനെ ഗോപവൃന്ദം പല്ലവ പള്ളിമെത്തയിൽ കിടത്തി വിശറികൊണ്ട് വീശി പരമസുഖത്തിലാക്കുന്നു. ഗോപന്മാർ ഭഗവാന്റെ പരിചരണത്താൽ ആനന്ദബാഷ്പം തൂക്കി. അപ്പോഴാണ് ധേനുകവനമെന്ന അടുത്ത പ്രദേശത്തിലെ താലഫലങ്ങൾ ഭുജിക്കണമെന്ന ആഗ്രഹം ശ്രീധാമാവ് എന്ന ഗോപൻ ഭഗവാനെ ഉണർത്തിച്ചത്. ഉടനെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനോടും ഗോപന്മാരോടുമൊത്ത് ആ ധേനുകാനനത്തിൽ പ്രവേശിച്ചു. ശ്ലോകം 4. ഉത്താലതാലീനിവകേത്വദുക്ത്യാ ബലേന ധൂതേധബലേന ദോർഭ്യാം മൃദുഘരശ്ചാഭ്യപദത് പുരസ്താദ്
ഫലോത്കരോ ധേനുഗദാനവോപി. ഒരിക്കൽ കൂടി. ഉത്താലതാലീനിവകേത്വദുക്ത്യാ പലേന ധൂതേധബലേന ദോർഭ്യാം മൃദുഘരശ്ചാഭ്യപദത്പുരസ്താദ് ഫലോത്കരോ ധേനുഗദാനവോപി. ഉത്താല അത്യുന്നതങ്ങളായ, താലി താലവൃക്ഷം കരിമ്പനകൾ, നിവഹേ കൂട്ടത്തെ, ത്വദുക്ത്യ അങ്ങ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട്, ബലേന ബലഭദ്രനാൽ, ധൂതേ അഥ ബലേന പിന്നെ ബലമായി കുലുക്കിയപ്പോൾ, ദോർഭ്യാം ഇരു കൈകളും കൊണ്ട്, മൃദു ഖരച്ഛാ അഭിപതത് ഇളർനീർ പാകത്തിലും മൂത്ത് പാകമായതുമായവ താഴെ വീണു. പുരസ്താദ് മുൻപിൽ, ആ ഗോപസമൂഹത്തിന് മുമ്പിൽ. ഫലോത്കരോ ഫല പ്ലസ് ഉത്കര ഫലങ്ങളുടെ കൂട്ടത്തിൽ. ധേനുക ദാനവോ അഭി ധേനുകൻ എന്ന ദാനവനും കൂടി. ശ്ലോകാർത്ഥം. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കനുസരിച്ച് ബലരാമൻ ആ ഉന്നതങ്ങളായ കരിമ്പന കൂട്ടങ്ങളെ ബലമായി പിടിച്ചു കുലുക്കി. അപ്പോൾ ആ കരിമ്പനകളിൽ നിന്ന് ഇളനീർപാകത്തിലും മൂത്തു പാകമായതുമായ നിരവധി പനം തേങ്ങകൾ തുരുതുരെ താഴെ വീണു. ഒപ്പം കഴുതയുടെ രൂപമുള്ള ധേനുകൻ എന്ന ദാനവനും താഴെ പതിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ആത്മതത്വം സുവ്യക്തമായി പ്രകാശിപ്പിക്കാതെയും എന്നാൽ സ്വമായാശക്തി പ്രദർശിപ്പിച്ചും ഗോപന്മാർക്കിടയിൽ ഒരു ഗോപബാലൻ എന്ന നിലയിൽ ക്രീഡിച്ചുകൊണ്ടിരുന്നെങ്കിലും മഹാലക്ഷ്മിയുടെ കരാംബുജങ്ങളാൽ പരിലാളിക്കുന്നവനായും ശോഭിച്ചു. കൃഷ്ണന്റെ അതിമഹാനുഭാവം അനുഭവിച്ച് ചങ്ങാതിമാരിൽ ചിലരായ ശ്രീധാമാവ്, സുബലൻ, സ്തോകകൃഷ്ണൻ എന്നിവർ ധേനുകവനത്തിന്റെ ഭംഗിയും ആ വനത്തിലെ താലഫലങ്ങളുടെ മാധുര്യവും വർണ്ണിച്ച് ആ വനത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ധേനുകവനത്തിൽ ധേനുകൻ എന്ന അസുരൻ ബലവാന്മാരായ അനേകം ബന്ധുജനങ്ങളോടൊത്ത് അവിടെ നിർബാധം വസിക്കുന്നു. അതിനാൽ ആരും ആ വനപ്രദേശത്തേക്ക് കടക്കാറില്ല. മൃഗങ്ങളും പക്ഷികൾ പോലും അവിടെ വിഹരിക്കാറില്ല. ഭക്താഭിഷ്ടപ്രദനായ ഭഗവാൻ ബലരാമനോടും ഗോപബാല സുഹൃത്തുക്കളോടുമൊത്ത് ധേനുകവനത്തിൽ പ്രവേശിച്ചു. ബലരാമൻ കാട്ടിൽ കടന്ന ഉടനെ തന്റെ 2 കൈകൾ കൊണ്ടും ആ പനമരങ്ങളെ ബലത്തോടെ പിടിച്ച് ഒരു മത്തഗജത്തെ എന്ന പോലെ കുലുക്കിയിട്ട് അനേകം പനം തേങ്ങകൾ താഴെ വീഴ്ത്തി. അക്കൂട്ടത്തിൽ പനമരത്തിൽ വസിച്ചിരുന്ന ധേനുകാസുരനും താഴെ പതിച്ചു. ശ്ലോകം 5. സമുദ്യതോ ധൈനുകപാലനേകം കഥം ബധം ധൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗഘയോദ്ധാരമജീഘദസ്ത്വം. ഒരിക്കൽ കൂടി. സമുദ്യതോ ധൈനുകപാലനേകം കഥം ബധം ധൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗഘയോദ്ധാരമജീഘദസ്ത്വം. സമുദ്യതോ സുവ്യക്തമായി ഉദ്യതമായ, ധൈനുക പാലനേ അഹം ധേനുക്കളെ അതായത് പശുക്കളെ, ഈ പശുക്കളെ പാലിക്കുന്ന ഞാൻ. ഇവിടെ ധൈനുകം എന്ന പദം പശു സംബന്ധിയാണ്, ധേനുക്കളെ സംബന്ധിച്ചത് എന്നർത്ഥം. കഥം എങ്ങനെയാണ്? കഥം വധം ധൈനുകം അദ്യ കുർവേ എങ്ങനെയാണ് ഈ ധേനുകാസുരനെ ഞാൻ വധിക്കുക? ഇവിടെ ധൈനുകം എന്ന പദം
ധൈനുകാസുരനെ സംബന്ധിച്ചതാണ്. ഇതീവ മത്വ, ഇങ്ങനെ ചിന്തിച്ചിട്ടാകുമോ, ധ്രുവം അഗ്രജേന, തീർച്ചയായും ജ്യേഷ്ഠനെ കൊണ്ട്, സുരൗഘ, ദേവസമൂഹത്തിനെതിരെ, യോധാരം, യുദ്ധം ചെയ്തു വരുന്ന ദേവശത്രുവിനെ, അജീഗതസ്ത്വം, അങ്ങ് കൊല്ലിച്ചത്. ശ്ലോകാർത്ഥം. ഇപ്പോൾ ദൈനുക പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ദൈനുകവധം ചെയ്യുക എന്ന് ശങ്കിച്ചിട്ടായിരിക്കണം ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനെ കൊണ്ട് ദേവശത്രുവായ ആ ധേനുകനെ വധിപ്പിച്ചത്. തീർച്ച. യഥാർത്ഥത്തിൽ ഖലനായ ധേനുകാസുരന് മോക്ഷപ്രാപ്തിക്ക് സമയമായിട്ടില്ല. തന്റെ കർമ്മഫലം ഒതുങ്ങിയിട്ടില്ല, പാപഭാരം തീർന്നിട്ടില്ല എന്നതുകൊണ്ടാകാം ശ്രീകൃഷ്ണൻ സ്വയം ധേനുകാസുരനെ വധിക്കാതിരുന്നത്. ശ്ലോകം 6. തദീയഭൃത്യാനഭിജംബുകത്വേന ഉപാഗതാനഗ്രജസംയുതസ്ത്വം ജംബൂഫലാനീവ തദാ നിരാസ്തഃ താലേഷു ഖേലൻ ഭഗവൻ നിരാസ്തഃ. ഒരിക്കൽ കൂടി. തദീയഭൃത്യാനഭിജംബുകത്വേന ഉപാഗതാനഗ്രജസംയുതസ്ത്വം ജംബൂഫലാനീവ തദാ നിരാസ്തഃ താലേഷു ഖേലൻ ഭഗവൻ നിരാസ്തഃ. തദീയ ഭൃത്യാൻ അഭി, അവന്റെ ആ ധേനുകാസുരന്റെ ഭൃത്യന്മാരെയും, ജംബുകത്തേന, കുറുക്കന്റെ വേഷത്തിൽ, ഉപാഗതാൻ, വന്നുചേർന്ന, അഗ്രജ സംയുതസ്ത്വം, ജ്യേഷ്ഠനോട് ചേർന്ന്, അതായത് ബലരാമനോട് ചേർന്ന്, അങ്ങ് കണ്ണൻ, ജംബൂഫലാനി ഇവ, ഞാവൽ പഴങ്ങളെ എന്ന പോലെ, തഥാ നിരാസ്ത, അപ്പോൾ നിസാരമായി, ആസ്ത കൂടാതെ, സ്ഥാലേഷു, താലവൃക്ഷങ്ങളിലേക്ക്, കരിമ്പനകളിലേക്ക്, ഖേലൻ, ക്രീഡയിലെന്ന പോലെ, ഒരു കളിയിലെന്ന പോലെ, ഭഗവൻ, ഹേ ഭഗവാനെ, അങ്ങ് നിരാസ്ഥ, എടുത്തെറിഞ്ഞു. ശ്ലോകാർത്ഥം. പിന്നെ കുറുക്കന്മാരുടെ വേഷത്തിൽ വന്നെത്തിയ അവന്റെ ഭൃത്യരെ, ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് ജ്യേഷ്ഠനോട് ചേർന്ന് നിസ്സാരമായി ഒരു വിനോദത്തിൽ ഞാവൽപ്പഴങ്ങളെ എന്ന പോലെ താലവൃക്ഷങ്ങളിലേക്ക് ശ്രീ ബലരാമനെ കൊണ്ട് എടുത്തെറിയിപ്പിച്ച് വധിച്ചു. ശ്ലോകം 7. വിനിഘ്നതി ത്വയ്യഥ ജംബുകൗഘം സനാമഗത്വാദ്വരുണസ്തദാനീം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതിപ്രസിദ്ധം വ്യധിതേതി മന്യേ. ഒരിക്കൽ കൂടി. വിനിഘ്നതി ത്വയ്യഥ ജംബുകൗഘം സനാമഗത്വാദ്വരുണസ്തദാനീം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതിപ്രസിദ്ധം വ്യധിതേതി മന്യേ. വിനിഘ്നതി, നിഗ്രഹിക്കപ്പെട്ടപ്പോൾ, ത്വയി അഥ, അങ്ങ് അനന്തരം, ജംബുക ഔഘം, ജംബുക സമൂഹത്തെ, കുറുക്കന്മാരുടെ കൂട്ടത്തെ, സനാമകത്വാദ്, നാമത്തിലെ, പേരിലെ സ്വാമ്യം മൂലം, വരുണസ്തദാനീം, വരുണദേവൻ അപ്പോൾ, ഭയാകുലോ, ഭയത്താൽ ആകുലനായി, ജംബുക നാമധേയം ശ്രുതിപ്രസിദ്ധം, ജംബുകം എന്ന വരുണന്റെ ഈ നാമധേയം ശ്രുതികളിൽ, വേദങ്ങളിൽ മാത്രം പ്രചുരപ്രസിദ്ധം, വ്യതിതേ ഇതി മന്യേ, ശ്രുതികളിൽ മാത്രം പ്രസിദ്ധമായതാക്കിയതെന്ന് കരുതുന്നു. ശ്ലോകാർത്ഥം. പിന്നെ കുറുക്കന്മാരുടെ രൂപത്തിൽ വന്ന് എതിർക്കാൻ വന്ന ദൈത്യന്മാരെ അങ്ങ് ബലരാമനോടൊത്ത് നിഗ്രഹിക്കവേ, പേരിലുള്ള സാമ്യം മൂലം ഭയാകുലനായ വരുണദേവൻ അപ്പോൾ ജംബൂഖൻ എന്ന തന്റെ നാമധേയം വേദങ്ങളിൽ മാത്രം പ്രസക്തമായതാക്കി തീർത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്ലോകം 8.
തവാവതാരസ്യ ഫലം മുരാരേ സംജാതമദ്യേതി സുരൈർനുദസ്തം സത്യം ഫലം ജാതമികേതിഹാസി ബാലൈ സമം താലഫലാന്യഭുക്താഃ. ഒരിക്കൽ കൂടി. തവാവതാരസ്യ ഫലം മുരാരേ സംജാതമദ്യേതി സുരൈർനുദസ്തം സത്യം ഫലം ജാതമികേതിഹാസി ബാലൈ സമം താലഫലാന്യഭുക്താഃ. തവ അവതാരസ്യ ഫലം, അങ്ങയുടെ അവതാരത്തിന്റെ ഫലം, മുരാരേ, ഹേ മുരവൈരിയായ ഭഗവാനെ ശ്രീകൃഷ്ണ, സംജാതം അദ്യൈതി, ഇപ്പോൾ സംജാതമായി, സുരൈ നുതസ്ത്വം, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട അങ്ങ്, സത്യം ഫലം ജാതം ഇഹ ഇതി, ഇവിടെ ഫലം ഉണ്ടായി എന്നത് സത്യം തന്നെ എന്ന് പറഞ്ഞ്, ഹാസി, മന്ദഹസിച്ച്, ബാലൈർ സമം താലഫലാനി അഭുക്താഃ, ബാലന്മാർക്കൊപ്പം താലഫലത്തെ ഭുജിച്ചു. ശ്ലോകാർത്ഥം. മുരവൈരിയായ ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ, ഗുരുവായൂരപ്പ, അങ്ങയുടെ അവതാരത്തിന്റെ ഫലം ഇപ്പോൾ സംജാതമായി എന്ന് ദേവന്മാർ സ്തുതിച്ചപ്പോൾ അങ്ങ് പുഞ്ചിരി തൂകിക്കൊണ്ട് ഇവിടെ താലഫലം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ബാലകന്മാരോടൊത്ത് ധാരാളം താലഫലങ്ങളെ അങ്ങും ഭുജിച്ചു. ശ്ലോകം 9. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേദോഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച തൃപ്തൈർഭവനം ഫലൗഘം വഖദ്ഭിരാഗാഖലു ബാലകൈസ്ത്വം. ഒരിക്കൽ കൂടി. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേദോഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച തൃപ്തൈർഭവനം ഫലൗഘം വഖദ്ഭിരാഗാഖലു ബാലകൈസ്ത്വം. മധുദ്രവ, തേൻ പോലെ മധുരതരമായ പനന്തേങ്ങയുടെ ചാറ്, സൃന്തി, ശ്രവിക്കുന്ന, ബൃഹന്തി, ബൃഹത്തായ വലുപ്പമുള്ളതായ, താനി ഫലാനി, ആ ഫലങ്ങളുടെ, ആ പനന്തേങ്ങകളുടെ, മേധോഭര, മേധസ്സുള്ള ഭാഗത്തെ, കഴമ്പുള്ള ഭാഗത്തെ, ഭൃന്തി, വഹിക്കുന്ന, ഭുക്ത്വ, ഭക്ഷിച്ചിട്ട്, തൃപ്തൈർ, തൃപ്തരായി, ച തൃപ്തൈർ, മതിച്ച് ആനന്ദിച്ചവരായി, ഭവനം ഫലൗഘം വഹദ്ഭിർ ആഖ, ആ താലഫലങ്ങളെ വഹിച്ച് ഭവനങ്ങളിലേക്ക് പോയി. ബാലകൈസ്ത്വം, അങ്ങ് ബാലകരോടൊത്ത്. ശ്ലോകാർത്ഥം. തേൻ പോലെ മധുരമായ ചാറൊഴുകുന്നതും വലിപ്പമേറി ധാരാളം കഴമ്പുള്ളതുമായ ആ താലഫലങ്ങളെ ഭുജിച്ചിട്ട് തൃപ്തിയടഞ്ഞവരും മതോന്മത്തരുമായ ആ ബാലകന്മാരോടൊത്ത് അങ്ങ് ശ്രീകൃഷ്ണൻ ധാരാളം ഫലങ്ങളെ വഹിച്ചും കൊണ്ട് സ്വഗ്രഹത്തിലേക്ക് മടങ്ങിച്ചെന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ രാമനോടും കൂട്ടുകാരോടുമൊത്ത് ഗോകുലത്തിലേക്ക് വരുന്നത് തന്റെ ഓടക്കുഴലിൽ നിന്ന് നാദബ്രഹ്മത്തെ സർവത്ര വ്യാപിപ്പിച്ചുകൊണ്ടാണ്. കാർമേഘ കാന്തി കോലുന്ന തലമുടികളിൽ പീലിക്കണ്ണും മനോഹര പുഷ്പങ്ങളും ചാർത്തിയിട്ടുണ്ട്. സുഗന്ധവാഹിനിയായ വനമാല അണിഞ്ഞിട്ടുണ്ട്. ഗോപന്മാർ കീർത്തനം ആലപിക്കുന്നു. വാദ്യഘോഷങ്ങൾ ഉയരുന്നു. കണ്ണന്റെ മനോജ്ഞ മുഖം ദർശിക്കാൻ അക്ഷമരായ ഗോപീസമൂഹം കണ്ണനെ വീതിയിൽ തന്നെ എതിരേറ്റ് സ്വീകരിച്ച് ഭവനത്തിലേക്ക് ആനയിച്ചു. അവർ കണ്ണന്റെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്നൊഴുകുന്ന ലാവണ്യമാകുന്ന മധു കടക്കണ്ണുകളാകുന്ന വണ്ടുകളാൽ നുകർന്ന് തങ്ങളുടെ വിരഹതാപത്തെ ശമിപ്പിച്ചു. ശ്ലോകം 10. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദദ്ഭിർമധുരാണി ലോകൈഃ ജയേതി ജീവേതി നുദോ വിഭോത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ഒരിക്കൽ കൂടി. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ
ഫലാന്യദദ്ഭിർമധുരാണി ലോകൈः ജയേതി ജീവേതിനുദോ വിഭോത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹതോ ഹതോ ധേനുക ഇതി. ധേനുകൻ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞ് ഫലാനി അധദ്ഭിർ മധുരാണി മധുരങ്ങളായ താലഫലങ്ങളെ ഭക്ഷിച്ച് ലോകൈർ ലോകരാൽ ലോകജനങ്ങളാൽ ജയേതി ജീവേതി ജയിച്ചാലും ജീവിച്ചാലും എന്നൊക്കെ നുധോ വിഭോ ത്വം സ്തുതിക്കപ്പെട്ട ഹേ വിഭോ മരുത്പുരാധീശ്വര ശ്രീ ഗുരുവായൂരപ്പ പാഹി രോഗാത് രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. ധേനുകനെ വധിച്ചു വധിച്ചു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്തു വന്ന ജനങ്ങൾ നല്ല സ്വാദുള്ള കരിമ്പനപ്പഴങ്ങൾ ഭക്ഷിച്ചിട്ട് അങ്ങ് സർവോത്കർഷേണ ജയിച്ചാലും ജീവിച്ചാലും എന്ന് സ്തുതിച്ചു. അങ്ങനെയുള്ള വിഭുവായ ഹേ ഗുരുവായൂരപ്പ അങ്ങ് രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. ധേനുകാസുരനും കൂട്ടുകാരും വധിക്കപ്പെട്ടപ്പോൾ ദേവഗന്ധർവന്മാർ സന്തോഷിച്ച് കണ്ണനുമേൽ പുഷ്പവർഷം ചെയ്തു. ദുന്ദുബി ആദി വാദ്യങ്ങൾ പ്രയോഗിച്ചു. ധേനുകവനത്തിൽ ധേനുകൻ ഇല്ലാതായതോടെ ജനങ്ങളുടെ ഭയം മാറി. അവർ ഇളനീരും പനമ്പഴങ്ങളും ഭക്ഷിച്ച് ശ്യാമമായ വനത്തിൽ കാലികളെ മേയ്ക്കാൻ തുടങ്ങി. പുണ്യശ്രവണ കീർത്തനനും താമരദള ലോചനനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനോടും മറ്റു ഗോപന്മാരോടുമൊത്ത് ഗോകുലത്തെ പ്രാപിച്ചു. ഗോപബാലന്മാർ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഭഗവാന്റെ മുരളിയിലൂടെ ഒഴുകിയെത്തിയ നാദബ്രഹ്മം കേട്ട മാത്രയിൽ ഗോപികൾ വഴിമധ്യേ വന്നെത്തി ഭഗവാന്റെ അങ്കലാവണ്യമാകുന്ന മധു ആവോളം പാനം ചെയ്തു. വ്രജത്തിൽ അമ്മമാർ കൃഷ്ണനെയും ബലരാമനെയും സ്നാനം ചെയ്യിച്ച് മനോഹര വസ്ത്രങ്ങളുടുപ്പിച്ച് സുഗന്ധഹാരങ്ങൾ അണിയിച്ചു. ശ്രീ ഗുരുവായൂരപ്പ ശരണം.